ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസത്തിലെ നമ്മുടെ വായനഭാഗം 2 ദിനവൃത്താന്തം 17 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം 2 ദിനവൃത്താന്തം 19 അധ്യായം 9 വാക്യം. അവൻ അവരോട് കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങൾ യഹോവ ഭയത്തോടും വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊള്ളണം. യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ ഭരണത്തെയും അദ്ദേഹത്തിൻ്റെ ആത്മീയ പരിഷ്കാരങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ വായനാഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ദൈവിക വഴികളിൽ തന്നെ നടന്ന ഒരു മികച്ച ഭരണാധികാരിയായിരുന്നു ആസായുടെ മകനായ യഹോശാഫാത്ത്. ഈ രാജാവും ജീവിതത്തിലെ പച്ചയായ ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. ഇന്നത്തെ വായനാഭാഗത്തു നിന്നും ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, വചനത്തിൻ്റെ മുൻഗണന. ആത്മീയമായ ഒരു അടിത്തറ പാകിയ ജീവിതമായിരുന്നു യഹോശാഫാത്തിൻ്റേത്. അദ്ദേഹം തൻ്റെ ഭരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ദൈവത്തിൻ്റെ വചനവും ദൈവിക വഴികളും മുറുകെ പിടിച്ചിരുന്നു. രാജാവ് പ്രഭുക്കന്മാരെയും ലേവ്യരെയും യഹൂദയിലെ പട്ടണങ്ങളിലേക്ക് അയച്ച ജനത്തെ യഹോവയുടെ ന്യായപ്രമാണം പഠിപ്പിച്ചു. തൻ്റെ ജനത ന്യായപ്രമാണം പഠിക്കണമെന്ന അഭിവാഞ്ച രാജാവിന് ഉണ്ടായിരുന്നു. അങ്ങനെ യഹോശാഫാത്ത് ദൈവത്തെ ഭയപ്പെട്ടിരുന്നതിനാൽ ചുറ്റുമുള്ള രാജ്യങ്ങൾ ആരും യഹൂദായോട് യുദ്ധത്തിന് വന്നില്ല എന്ന് തിരുവചനം പറയുന്നു. പകരം അവർ രാജാവിന് കാഴ്ച വസ്തുക്കൾ കൊണ്ടു ചെന്നു എന്നും കാണുന്നുണ്ട്. ഒരു വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഉയർച്ചയുടെ രഹസ്യം ദൈവവചനത്തിലുള്ള അറിവും അതിനനുസരിച്ചുള്ള ജീവിതവുമാണ്. അതിനാൽ കുടുംബത്തിലും സഭയിലും ദൈവവചന പഠനത്തിന് മുൻഗണന നൽകുന്നത് നമ്മുടെ ആത്മീയ ഭദ്രത ഉറപ്പാക്കുവാനായിട്ട് സഹായിക്കും. രണ്ടാമതായിട്ട്, കൂട്ടുകെട്ടുകളിൽ ജാഗ്രത ഉള്ളവരായിരിക്കുക. നമ്മുടെ ബന്ധങ്ങൾ ദൈവഹിതത്തിന് ചേരാത്തവരുമായി ആകരുത്. യഹോശാഫാത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നു ഇസ്രായേൽ രാജാവായ ആഹാബുമായി ഉണ്ടാക്കിയ സഖ്യതയും വിവാഹ ബന്ധവും. ദൈവഭയമില്ലാത്തവരുമായി നാം ഉണ്ടാക്കിയെടുക്കുന്ന ആഴത്തിലുള്ള ബന്ധങ്ങൾ നമ്മെ ആത്മീയമായ നാശത്തിലേക്ക് വഴിതിരിക്കുന്നു എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങളെ നമുക്ക് ശോധന ചെയ്യാം. ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം എപ്രകാരമാണ്? സഹജീവികളുമായുള്ള എൻ്റെ ബന്ധങ്ങളിൽ പാളിച്ചകൾ വന്നു പോയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, വചനത്തിന് മുൻഗണന നൽകുന്നവരായും ബന്ധങ്ങളിൽ ദൈവിക സാന്നിധ്യം ഉറപ്പാക്കുന്നവരായും തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് എപ്പോഴും മുൻഗണന നൽകുവാനും മറ്റുള്ളവരെ ഈ ദൈവവചനത്തിലേക്ക് അടുപ്പിക്കുവാനും ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ ബന്ധങ്ങളിൽ എപ്പോഴും ദൈവിക സാന്നിധ്യം ഉറപ്പാക്കുവാനും ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. ആമേൻ.